നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ് ഐ ആം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ ലൈക്ക് പേയിങ് ഫ്രൈഡേ സെയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ് ടു 60% ഓഫ് ഗൈസ്. അൺസ്പോൺസർഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ബൈ ഇത്. എന്നാൽ ഓണസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോണത്. ഇതുപോലത്തെ സെയിലാണ് ഞാനും കാത്തിരിക്കാറ്. എനിക്ക് ഇഷ്ടമുള്ള പ്രൊഡക്ട്സ് ഞാൻ വീണ്ടും വാരിക്കോരി മേടിക്കും. കാരണം ചില പ്രൊഡക്ട്സ് ഗൈസ് അതിൻ്റെ ജോലി അത് തന്നെ ചെയ്യുള്ളൂ. വേറെ ബ്രാൻഡ്സും വർക്ക് ആവില്ല, അതിൻ്റെ വേറെ വേരിയൻറ്റും വർക്ക് ആവില്ല, അതേ സാധനം വേണം. എന്നാൽ ഈ ഒരു സെയിൽ സമയത്തിൽ നിങ്ങൾ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ പ്രൊഡക്ട്സിൻ്റെ കാര്യത്തിന്. അപ്പോൾ മേടിക്കാനായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ തരാൻ പോണത്. ആൻഡ് അടിപൊളി ആയിട്ടുള്ള ഗൈസ് പൊളി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യണത്. കാരണം ഈ ഒരു പ്രൊഡക്ട്സ് ആണ് എനിക്ക് ഓരോ ദിവസം കഴിച്ചു കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ എല്ലാ കാറ്റഗറി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഓൾറെഡി നല്ല കൊമ്പനായിട്ട് ലോങ് ആണ്. അപ്പോൾ ഇൻട്രോ നമുക്ക് ഇവിടെ തന്നെ അവസാനിക്കാൻ നേരെ വെക്കണം. നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറന്നു പോകാണ്ടിരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഓൾറെഡി ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഗൈസ് ഫേസ് വാഷിൻ്റെ കാര്യത്തിൽ. അപ്പം നിങ്ങൾക്കറിയാം ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഈ ചാനലിൽ ഏറ്റവും ആദ്യം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു പ്രൊഡക്റ്റ്, അതാണ് ഈ ഒരു സെറ്റാഫിൽ. അപ്പോൾ ഇതിൻ്റെ തന്നെ മോയ്സ്ചറൈസറും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ സെറ്റാഫിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം എനിക്ക് ഫേവറേറ്റ് ആണെങ്കിൽ അതാണ് ഇത്, ഈ ഒരു ജെന്റിൽ ക്ലെൻസർ. ഗായ്സ് നിങ്ങളുടെ എനിക്കൊന്നും പറയാനില്ല, ഇതൊരു കഞ്ഞിവെള്ളമാണ് ഗൈസ് ശരിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി. പക്ഷേ ഇത് വർക്ക് ചെയ്യണത് അമേസിംഗ്. ആ കണ്ണടച്ച് മേടിച്ച് ഇതിൻ്റെ ഏറ്റവും ചെറിയ കുപ്പി കിട്ടും 125 ml. അവിടെ നിന്ന് തുടങ്ങിയാൽ മതി, കുഴപ്പമില്ല. ഇത് ആക്ച്വലി 500-ൻ്റെ ആണ്. എനിക്ക് 1 കിലോൻ്റെ മേടിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ വാഷ് ബേസിൻ്റെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് താങ്ങുമോ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട്. ഇത് ആക്ച്വലി ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇതിൻ്റെ ഓയിലി വെർഷൻ ഉണ്ട്, അതും നല്ല അമേസിംഗ് ആണെന്നുള്ളതാണ് റിവ്യൂവിൽ ഞാൻ കണ്ടേക്കണം. എൻ്റെ സ്കിൻ ഡ്രൈ ആണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തത്. കുറേ ആയി നിങ്ങൾ ചോദിക്കണം എന്നോട് ടോണർ ഞാൻ ഏത് ടോണർ യൂസ് ചെയ്യണം, എന്തുകൊണ്ട് എൻ്റെ സ്കിൻ എത്ര ഗ്ലോയി ആയിട്ടുള്ളത്. സോ ആ റീസൺ ആണ് ഇത് ആക്ച്വലി തീർന്നു. ഇതാണ് എൻ്റെ പുതിയ കുപ്പി. അപ്പം നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഈ 2 കുപ്പിയാണ്. ബട്ട് നോ ഗൈസ്, ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് ഇത് ആദ്യമായിട്ട് ആക്ച്വലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഓൾറെഡി നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഈ ഒരു കൊമ്പൻ കുപ്പി ഇത് ആക്ച്വലി എത്ര ml ആണ്? 500 ആണെന്ന് തോന്നുന്നു കേട്ടോ. 500 ml അല്ലേ ഇത്? ഒരു മിനിറ്റ്. യെസ് ഗൈസ്, 500 ml ആണ് ഈ ഒരു കുപ്പി. ആൻഡ് ഓൾറെഡി 4 കുപ്പി ഞാൻ തീർത്തു. ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല, സത്യമായിട്ട് പറയാം. കാരണം എല്ലാ ദിവസവും എനിക്ക് ഈ ടോണർ വേണം. ഇത് ഡിസ്കണ്ടിന്യൂ ആയാൽ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കണം. ആക്ച്വലി എനിക്ക് ഒരു ബാക്കപ്പ് ഉണ്ട് എൻ്റെ മൈൻഡിൽ, ഇത് ഡിസ്കണ്ടിന്യൂ ആയാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത്. സോ യെസ്, അപ്പോൾ അതുവരെ നമുക്ക് ഇത് തന്നെ എന്തായാലും യൂസ് ചെയ്യാൻ എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല ഗൈസ്. ഇത് അത്ര അമേസിംഗ്. ഓയിലി സ്കിൻകാർക്ക് മേ ബി അത്ര പിടിക്കില്ല, കാരണം ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ടോണറാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. ഇതിൻ്റെ ഫുൾ എമൗണ്ട് വരെ കൊടുത്ത് മേടിക്കണം ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് 900 rupees ഗൈസ് കിട്ടണം. സോ വിട്ടു കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് മേടിക്കാൻ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ മേടിക്കണം എന്നായിട്ട് വിചാരിക്കുകയാണെങ്കിൽ ഇല്ലേ, ഈ ഒരു ബയോഡെർമയുടെ മൈസലർ വാട്ടർ ഇത് മേടിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഗൈസ്. ഇതിൻ്റെ കോംബോ പാക്ക് കിട്ടും. ഒരിക്കലും അത് മേടിക്കരുത് കേട്ടോ. ഞാൻ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ഞാനിത് നോർമലി ഒറ്റയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനുശേഷം കോംബോ ആയിട്ട് മേടിക്കുമ്പോൾ ആ കോംബോയിനകത്ത് എനിക്ക് അറിഞ്ഞൂടെ ആ ഒരു റിസൾട്ട് കിട്ടണില്ല. പക്ഷേ ഈ ഒറ്റയായിട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് ലെവലാണ്. ഞാൻ എന്നും ഇത് യൂസ് ചെയ്യാറുണ്ട്, മിക്ക ദിവസങ്ങളിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് രാത്രി എനിക്ക് മുഖം കഴുകണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ ഇത് മാത്രം വൈപ്പ് ചെയ്ത് ആ ഒരു ടോണർ അടിച്ച് കിടന്നുറങ്ങും. എൻ്റെ സ്കിന്നും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ടച്ച് വേർഡ്. പക്ഷേ യെസ്, ഇത് നന്നായിട്ട് വർക്ക് ആവണതാണ്. ഇത് എനിക്ക് തോന്നുന്നു യെസ് 500 ml. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ എന്താ പറയുക വർത്ത് ഇറ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം ഞാൻ എന്തായാലും യൂസ് ചെയ്യും, എനിക്കങ്ങനെ വേണ്ടാന്നായിട്ട് തോന്നൂല. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇത്. ആൻഡ് കുറേ മൈസലർ വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വർക്ക് ഇത് തന്നെ ചെയ്യുള്ളൂ. ഇതിൻ്റെ കുറേ അടുത്തെത്തണ ഒരു മൈസലർ വാട്ടറാണ് നമ്മുടെ സിമ്പിൾ ഡേറ്റ, അതും വർക്കിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ജോലി ഇത് തന്നെ ചെയ്യണം. ഞാൻ ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നും എന്താ പറയുക എക്സ്ട്രാ ആയിട്ടുള്ള ഡേർട്ടൊക്കെ ഉണ്ടാവില്ലേ, പോഴ്സ്, അതൊക്കെ നന്നായിട്ട് പോഴ്സിൽ നിന്ന് ക്ലീൻ ആക്കണതാണ്. സ്കിൻ നന്നായിട്ട് എപ്പോഴും ഫ്രഷ് ക്ലീൻ ആയിട്ടിരിക്കും. ആൻഡ് ആക്നെ പിമ്പിൾസ് വരാണ്ടും ഇത് നന്നായിട്ട് നോക്കണതാണ്. സോ യെസ്, നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ചെറുത് കിട്ടും. പക്ഷെ അതിന് അത്രയും ഓഫർ ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് 250 ml അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി സ്ലിം ആയിട്ടുള്ളൊരു ബോട്ടിൽ. ആൻഡ് ഇതാണ് കൊമ്പനായിട്ടുള്ളത്. ഇതിന് 1 കിലോ കിട്ടിയാൽ പോലും ഞാനത് മേടിക്കും. ഈ 500 ആണ് കുറച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ മേടിക്കുകയാണെങ്കിൽ വർത്ത് ഇട്ട്. പക്ഷേ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ ചെറുതായിട്ടും ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുക എങ്ങനെയാണെന്നുള്ളത് വർക്ക് ആവണത്, എന്നിട്ട് ഗോ ഫോർ ദിസ്. അപ്പോൾ നിങ്ങൾ ബ്രൈറ്റ് ടു ബി ആണ് ആൻഡ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ക്ലെൻസിങ് ബാം വേണം. ബിക്കോസ് മേക്കപ്പിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യേണ്ട. അതിനകത്ത് ഈ ബയോഡെർമ പോലത്തെ മൈസലർ വാട്ടർ ഒന്നും വർക്കിംഗ് ആകില്ല കേട്ടോ. ഭയങ്കര പാടായിരിക്കും. സ്പെഷ്യലി ലോറിയൽ പാരഡൈസ് പോലത്തെ മസ്കാര അപ്ലൈ ചെയ്താൽ വെളിച്ചെണ്ണ പോലും വർക്ക് ആവാറില്ല. അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ക്ലെൻസിങ് ബാം വേണം. അപ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം എനിക്ക് വർക്കായിരുന്ന ഒരു അടിപൊളി ക്ലെൻസിങ് ബാം ആയിരുന്നു ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ലുമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലെൻസിങ് ബാം. അമേസിംഗ് ആണ്. ഇതിൻ്റെ കോലം കണ്ട ആരും പേടിച്ച് പോകരുത്. സോ ഇതാണ് അതിൻ്റെ അവസ്ഥ.
കണ്ടാ തീർന്നു ഗൈസ്, ഇനി ഇല്ല, അറ്റമറ്റം തോണ്ടിയാണ് ഞാൻ തീർക്കണത്. സോ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര എപ്പോൾ ഞാൻ യൂസ് ചെയ്താലും ഇതെനിക്ക് എന്തായാലും വേണം. സോ ക്ലെൻസിങ് ബാം ഇത് വെച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഈ ഒരു ക്ലിനിക്കിൻ്റെ. എനിക്കൊരു കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനിത് ഭയങ്കര വയർ ആൻഡ് ഹൈപ്ഡ് ആയിട്ട് ഇരുന്നതുകൊണ്ട് എനിക്ക് ക്ലിനിക്കിൻ്റെ ഈ ഒരു ചാർക്കോൾ ആയിട്ടുള്ള വേരിയൻറ്റ്, ഇതിൻ്റെ വേറെ വേരിയൻ്റ് ഉണ്ട് വെള്ള, അത് ഞാൻ തൊട്ട് പോലും നോക്കിയിട്ടില്ല. പക്ഷേ ചാർക്കോൾ വന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് നമ്മൾ ഇപ്പോൾ കുറേ നേരം വരെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇല്ലേ, ഇത് വെച്ചിട്ട് ഗൈസ് ഡബിൾ ക്ലെൻസിങ് നമുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഫേസ് വാഷിന് മുന്നേ ഇത് യൂസ് ചെയ്താൽ ആദ്യം മേക്കപ്പ് റിമൂവ് ചെയ്താൽ ഗൈസ് ഇത് പോഴ്സിൻ്റെ അല്ല, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആത്മാവിൻ്റെ അകത്ത് കയറി മേക്കപ്പിനെ പറിച്ച് പുറത്തെടുക്കും. അത്രയ്ക്ക് നല്ല അടിപൊളി സാധനമാണ്. ഇത് എത്ര ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. സോ യെസ്, അപ്പോൾ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് അറിയാമോ, ഇത് നമ്മുടെ മസ്കാരൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും. പക്ഷേ ഇത് ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് റിമൂവ് ആയോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. എന്നാൽ ഇത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓക്കെ, ഇതെൻ്റെ പുതിയ പാക്കാണ് കേട്ടോ, ബൈ ദ ബൈ പ്ലമ്മിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണെങ്കിൽ അറിയാൻ പറ്റും, ബിക്കോസ് ഇതിൻ്റെ കളർ ഇതല്ലേ. അപ്പോൾ നമ്മൾ മസ്കാര ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് പുറത്തേക്ക് വരുമല്ലോ. ഇത് ഓൾറെഡി ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ അറിയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ണുമായത് അത്ര യൂസ് ചെയ്യാറില്ല. പക്ഷേ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്, വാട്ടർ പ്രൂഫ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഇതൊരു പൊളി സാധനം ഗൈസ്, ഒന്നും പറയാനില്ല. ആൻഡ് എൻ്റെ സ്കിൻ ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് ഇതിനെ എനിക്ക് അത്രയും അനുഭവിക്കേണ്ടി വരാറില്ല. ഡ്രൈ ഓയിലിന്നൊന്നുമില്ല മേക്കപ്പ് റിമൂവ് ചെയ്യാന്നുള്ളത് എല്ലാവരുടെ ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ തന്നെ ഇത് യൂസ് ചെയ്യുക, ഇതല്ലെങ്കിൽ ഏതെങ്കിലും ക്ലെൻസിങ് ബാം യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ഗോ ഫോർ യുവർ നോർമൽ ആയിട്ടുള്ള ഏതാണ് നിങ്ങൾ ഓയിലി സ്കിന്നിന് വേണ്ടിയുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്താൽ മതി. അത്രേ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ക്ലെൻസിങ് ബാം ആട്ടോ. അഗൈൻ ഇതും നല്ല വർക്കിംഗ് ആണ് കേട്ടോ. അതിൻ്റെ സ്മെല്ലും വളരെ ഒരു ഫ്രൂട്ടി സ്ട്രോബെറി നല്ല അമേസിങ് ആണ്. ഇതും നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. ഇത് കണ്ട, ഇത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ട എത്ര ആഴത്തിലാണ് നിൽക്കണം എന്നുള്ളത്. സോ യെസ്, ഞാൻ ഒരു ക്ലെൻസിങ് ബാം ഫാനാണ് ഗൈസ്, ഇൻ ഷോർട്ട്. ആൻഡ് ഇതുപോലത്തെ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ സ്കിന്നെ നന്നായിട്ട് ക്ലീൻ ആക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കണത്. അല്ലാണ്ട് നമ്മൾ വക വച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ പൊട്ടിമുളച്ച് വരും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാണ്ടിരിക്കാൻ ഞാൻ മേക്കപ്പ് അത്ര ഇടാറില്ല. പക്ഷേ ഇട്ടാൽ നന്നായിട്ട് ക്ലെൻസിങ് ബാം യൂസ് ചെയ്ത് ക്ലീൻ ആക്കും. ഇട്ടില്ലെങ്കിൽ മൈസലർ വാട്ടർ കണ്ടിപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കും. സോ യെസ്, ആൻഡ് ഇതിനകത്തൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് ബൈ ദ വേ. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ആയാലും നിങ്ങൾ നോക്കുക, ഇതിൻ്റെ റേറ്റ് ഏറ്റവും കുറവ് ഏതാണോ അത് മേടിച്ചാൽ മതി. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുക കൂടുതലും ഈ ഒരു പ്ലമ്മിൻ്റെ തന്നെ ആട്ടോ. കാരണം ഇതിപ്പോൾ ഇതല്ല ഗൈസ്, ഇതിന് മുന്നേ ഞാൻ ഓൾറെഡി 2-3 ഇതുപോലത്തെ ടബ് ഞാൻ തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബോറടിച്ചപ്പോഴാണ് വേറെയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അഹങ്കരിച്ചത്. മേക്കപ്പ് റിമൂവർ ആൻഡ് ക്ലെൻസിങ് ബാം ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിനെ വൈപ്പ് ചെയ്യാനായിട്ട് ഈ ഐറ്റംസ് ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്ക് വല്ല ദോഷം കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് എന്തായാലും മസ്റ്റ് ഹാവ് ആണ്. അർത്രദമിൻ്റെ മേക്കപ്പ് റിമൂവൽ പാഡ്സ് ആണ്. ഇത് ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സ് കഴുകാനിടുന്നത് വാഷിംഗ് മെഷീനിൽ. അപ്പോൾ ഞാൻ ഇത് ഇടാറുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു സെറ്റിംഗ് വെച്ചിട്ടാണ് കഴുകാറട്ടെ എപ്പോഴും ഞാൻ. അതുകൊണ്ട് ഇത് ഇത്രയും ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. ഇത് എത്ര പ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞെന്ന് അറിയാമോ. ഇത്തവണത്തെ സെയിലിൽ ആക്ച്വലി എനിക്ക് മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഞാൻ മേടിച്ചില്ല. കാരണം ഇത് ഓൾറെഡി ഇപ്പം ക്ലീൻ തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ നാളായിട്ടില്ല. ഇതിൻ്റെ പുതിയ ബാച്ച് ഉണ്ട്, ഇതിനകത്ത് ഏതോ 1-2 പുതിയ ബാച്ചും ഉണ്ട്. പക്ഷേ ഒക്കെ കൂടെ ഒരുമിച്ച് നന്നായിട്ട് കഴുകാറുണ്ട്. അതുകൊണ്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. ആൻഡ് ഇത് എന്തൊരു ജെന്റിലാണെന്നറിയാമോ ഗൈസ്, സ്കിന്നുമാം ഇതും അമേസിംഗ് ആയിട്ട് വർക്ക് ആവുന്നത്. ഇൻഫാക്ട് നിങ്ങൾ റെഗുലർ ബേസിസിൽ മേക്കപ്പ് ചെയ്യണില്ല, ഓൺലി സ്കിൻ കെയർ ഉള്ളൂ. ബയോഡർമ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നില്ല, അങ്ങനെ മൈസലർ വാട്ടർ ഒന്നുമേ യൂസ് ചെയ്യണമെന്നില്ലെങ്കിലേ ഇത് ജസ്റ്റ് ഒന്ന് നനച്ച് അങ്ങോട്ട് മുഖം തുടച്ചാൽ മതി. എന്തൊരു മാജിക് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ഗൈസ്. ഇതിൻ്റെ ഫാബ്രിക് അതുപോലെയാണ്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ക്ലീൻ ആക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ കാണാത്ത പോലത്തെ ചെളി ഫുൾ ഇതുമ്പോൾ പിടിച്ചിരിപ്പുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഈ ബ്ലാക്ക് കളർ ഉണ്ടാവൂലേ, ഇത് യൂസ് ചെയ്തിട്ടാണ് മസ്കാര ഐലൈനറൊക്കെ വൃത്തിയാക്കാറ്. എന്നിട്ട് ഈ വൈറ്റ്, പിങ്ക് ഇതൊക്കെ ഞാൻ ഫുൾ ഫേസും വേണം യൂസ് ചെയ്യാറ്. ബ്രൗണും അകെ ഞാൻ കണ്ണിൻ്റെ ഇത് കളയാനായിട്ടാണ് കേട്ടോ. കാരണം ഇത് ഫുൾ ഇങ്ങനെ അല്ലെങ്കിൽ ബ്ലാക്ക് ആവും. ആൻഡ് ആ ഒരു കഴുകിയാൽ പോലും ആ പിഗ്മെന്റേഷൻ, ആ കറ ഇല്ലേ എന്ന് വെച്ചാൽ സ്റ്റെയിൻ, അത് നമ്മൾ പിടിച്ചിരിക്കാൻ എനിക്ക് അതൊട്ട് ഇഷ്ടമല്ല. അപ് ടു 60% ഓഫ് ഉണ്ട്. ഇതുപോലത്തെ ഓഫർ കിട്ടില്ല ഗൈസ്. ഗോ, നിങ്ങൾക്ക് ഇങ്ങനെ ആക്നെ പിമ്പിൾസിന്റെ കേസ് ഉണ്ടെങ്കിൽ ഓർഡിനറി ഈ ഒരു സിറം നിങ്ങൾ മേടിച്ചോ. പക്ഷേ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ഡെർമക്കോയിൻ്റെ 20% ആയിട്ടുള്ള 20% അല്ല, സോറി 2% ആയിട്ടുള്ള സാലിസിലിക് ആസിഡ് സിറം ഇല്ലേ, അത് നിങ്ങൾ യൂസ് ചെയ്തോ, സെയിം ആണ് റിസൾട്ട്. ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ്. മേ ബി ഇവരുടെ സിറമിന്റെ ബേസ് കുറച്ച് തിക്ക് ആയിട്ടുള്ളതാണ് ഓൾറെഡി. ഇവരുടെ ഏത് ഐറ്റം ആയാലും കുറച്ച് തിക്കാണ് ആവുക ചെയ്യുക. എന്നാൽ നമ്മുടെ ഡെർമക്കോയിൻ്റെ കമ്പാരിറ്റീവ്ലി കൺസിസ്റ്റൻസി കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവണതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ഇതും നന്നായിട്ട് വർക്കിംഗ് ആണ്, ആൻഡ് അതും നന്നായിട്ട് വർക്കിംഗ് ആണ്. പക്ഷേ അതിനകത്ത് നല്ല ഓഫേഴ്സ് കിട്ടണോണ്ടാട്ടോ ഞാൻ പറഞ്ഞു. കുറേ നാളായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് എൻ്റെ ഡാർക്ക് സർക്കിൾസിനെ മാറ്റാനായിട്ട് ഞാൻ ഏതായി ക്രീമാണ് യൂസ് ചെയ്യണത്, ഏതൊക്കെയാണ് എനിക്ക് എഫക്റ്റീവ് ആയിരിക്കണം ഗൈസ്. ഞാൻ ലോക
ലോകത്ത് കുറേ ഐ ക്രീംസ് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് കുറേയൊക്കെ എൻ്റെ ഫേവറേറ്റ് ഇപ്പോഴും ആണ്. പക്ഷേ ഇപ്പോൾ റെഗുലർലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എനിക്ക് നല്ല ഒരു മോയ്സ്ചറൈസിങ് ഡാർക്ക് സർക്കിൾസിനെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് എന്താ പറയുക, നിങ്ങൾ കണ്ട അത്യാവശ്യം ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസിലർ യൂസ് ചെയ്തിട്ട് ഡാർക്ക് സർക്കിൾസിനെ കവറും ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ഡാർക്ക് സർക്കിൾസ് നല്ല നോർമലായിട്ട് ഇരിപ്പുണ്ട്. ബിക്കോസ് ഞാൻ റെഗുലർലി രാവിലെയും ഇൻഫാക്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഈ ഒരു എം കഫേൻ്റെ അണ്ടർ ഐ ക്രീം റോൾ ഓൺ ആണ് കേട്ടോ. ആക്ച്വലി ഇതിനകത്ത് വേറൊരു വേരിയൻറ്റും കൂടെ ഉണ്ട് ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അതല്ല, ഞാൻ ഇത് തന്നെയാണ് ഇതുവരെ യൂസ് ചെയ്തേക്കണം. ആൻഡ് ഇതിൻ്റെ എത്ര കുപ്പികളാണെന്നുള്ളത് ഒരു എണ്ണൂല. ആൻഡ് ഈ ഒരു സെയിലിൽ ഞാൻ ആക്ച്വലി ഇത് മേടിച്ചിട്ടില്ല, കാരണം ഓൾറെഡി 3 കുപ്പി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. മമ്മി കണ്ടെന്നെ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് തന്നെ തൃപ്തിപ്പെടുന്നു. ഈ ഒരു കുപ്പി ഗൈസ് സുഖമായിട്ട് 2-2.5 മാസം രാവിലെ വൈകുന്നേരം യൂസ് ചെയ്താൽ പോലും എന്നെ നന്നായിട്ട് നീണ്ടു പോകാറുണ്ട് കേട്ടോ. സോ യെസ്, എന്തായാലും ഡാർക്ക് സർക്കിൾസ് മാറ്റാണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂസ് ദിസ്. പക്ഷേ ഇത് മാത്രം യൂസ് ചെയ്താൽ പോലെ നല്ലോണം ഉറങ്ങാൻ വേണം ആൻഡ് ഫോണിൽ കുത്തി ഇരിക്കരുത്. അപ്പോൾ നല്ലൊരു ലിപ് ബാം. ആൻഡ് ഈ ഒരു ലിപ് ബാം എൻ്റെ ഇപ്പോൾ കൾട്ട് ഫേവറേറ്റാണ് ഗൈസ്. അതാണ് ഈ ഒരു സോൾ ദെ ജനേറോൻ്റെ ബ്രസീലിയൻ കേസ്. യെസ്, ലക്സ് പ്രൊഡക്റ്റ് ആണ്, പക്ഷേ നല്ലതാണെങ്കിൽ വൈ നോട്ട്. ആക്ച്വലി ഇതിനകത്ത് ഭയങ്കര മണമൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേക എന്തോ ഒരു ബട്ടറി സ്മെല്ലുണ്ട്. പക്ഷേ ഇത് എന്തെന്നാണോ ഇതുപോലത്തെ ഒരു നോക്കിയത്, എൻ്റെ ഹെഡ് എന്തൊരു തടിമാണ്, തിക്കാണെന്നുള്ളത്. ഉണ്ടമോ കൊമ്പൻ ഭയങ്കര വലുതാണ് ഗൈസ്. ആൻഡ് ഇത് അമേസിങ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി 1800 റുപ്പീസാണ്, പക്ഷേ 1200 300 ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലിപ് ബാമാണ് നിങ്ങൾ നോക്കണം, ലോങ് ലാസ്റ്റിംഗ്. പ്ലസ് ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ 1.5 കൊല്ലം നിൽക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം യൂസ് ചെയ്യുക, വേറെ ആളായിട്ട് ഷെയർ ചെയ്യുക. സ്കിൻ കെയറിൻ്റെ കാറ്റഗറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോഡി കെയറിലോട്ട് കിടക്കാൻ പോകണമായിരുന്നു. ഇപ്പോൾ ബോഡി വാഷിൽ എൻ്റെ കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു സെൻഡ്വെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീ ട്രീ ബോഡി വാഷ് ഇട്ട. എന്തുകൊണ്ടാണ് ഇത് മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബോഡി ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് ഇതിൽ നിന്ന് ഇല്ലാണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് മിക്ക ബോഡി ഓർഡർ വന്നത് ചിലപ്പോൾ ഇൻ്റർണലി ആകാം. നമ്മൾ ഈ സവാള വെളുത്തുള്ളിയൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് തന്നെ കൊള്ളില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ നാറ്റം മനസ്സിലായ അകത്ത് വളിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും, അതിൻ്റെ സ്മെല്ല് വരും എന്തൊക്കെ പോയാലും. പക്ഷെ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ആകാം. അപ്പോൾ ഈ വർക്കൗട്ടൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നവരാണ്, ഭയങ്കര സ്വെറ്റ് എന്നതാണ്. എന്നാൽ ഇട്ട വസ്ത്രം തന്നെ വീണ്ടും ഇടുന്ന ചില അവസ്ഥ അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ്, കുറേ അപ്പ് ഡൗൺ ചെയ്യണം. എന്ന് വെച്ചാൽ ഓവറോൾ ഇങ്ങനെ ബോഡിമ വേർപ്പ് നടത്തുന്ന വല്ല ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബോഡി വാഷാണ് ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ബിക്കോസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇത് മാത്രമാണ് ഇഷ്ടം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ട ക്വാണ്ടിറ്റി ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ പറ്റിക്കുകയാണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തും കൊണ്ട്. നോ, ഇതിപ്പോൾ ഞാൻ 2 ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ കുന്തം തീരണില്ല, അതാണ് പ്രശ്നം. ഓ, ടീ ട്രീയുടെ കുത്തുമാണോ ഗൈസ്. ഇതിനകത്ത് യൂക്കാലിപ്റ്റസ് ഉണ്ട്, പെപ്പർമിൻറ്റ് ഓയിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒരു രക്ഷയില്ല. സോ നിങ്ങൾക്ക് ബോഡി ഓർഡറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ യൂസ് ദിസ് അലോങ് വിത്ത് ആലം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആലമിൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ ഇതും കൂടെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ബോഡി ഓർഡർ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. നിങ്ങൾ ഫുൾ ഡേ ഫ്രഷ് ആയിട്ടിരിക്കും. നിങ്ങൾ കുറേ ചോദിച്ചിട്ടുണ്ട് ആൻഡ് ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇത് എന്തായാലും വേണം. അതാണ് ലൂഫ. പ്ലാസ്റ്റിക് ആയിട്ടുള്ള ലൂഫ എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്തെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. സോ ഇവിടെ യെസ് കുറേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നട്ട് ഹാബിറ്റിൻ്റെ ഈ ഒരു നാച്ചുറൽ ലൂഫ. അച്ചിങ്ങ പിച്ചിങ്ങാന്ന് എന്തോ ഇതിനെ പറയാം. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഈ ഒരു സെയിൽ സമയത്ത് നോട്ട് ഹാബിറ്റിൻ്റെ പ്രോഡക്ട്സിൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. കാണുമ്പോൾ ഭയങ്കര റഫായിട്ട് തോന്നും, പക്ഷെ വെള്ളത്തിൻ്റെ അടി പോകലും ഇത് സോഫ്റ്റ് ആവും. എന്നാൽ സ്കിന്നിന് മുകളിൽ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യണതാണ്. എന്തായാലും പൊണിയായിട്ട് വർക്ക് ആവുന്നതാണ്. അവിടെ തണുപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. യെസ്, അഹമ്മദാബാദിൽ പെട്ടെന്നാണ് തണുപ്പ് വന്നത്, പറഞ്ഞും കൂടി ഇല്ലായിരുന്നു. രാവിലെ എണീറ്റ് ഞാൻ പറ്റില്ല ഗൈസ്, എങ്ങനെയാണ് ഞാൻ കുളിച്ചിറങ്ങണമെന്നുള്ളത് എനിക്ക് അറിയുള്ളൂ. സോ തണുപ്പ് വന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ചിങ്ങനെ ബോഡി ഓയിൽസ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ലൊരു ബോഡി ഓയിൽ വേണമായിരുന്നു, എന്നാൽ അതിനകത്ത് കുറച്ച് സ്കിൻ കെയർ ബെനിഫിറ്റ്സും കൂടെ വേണമായിരുന്നു മോയ്സ്ചറൈസിങ്ങിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ ഞാൻ കുറേ റിവ്യൂസ് അടങ്ങിയതായിട്ട് കണ്ടതാണ് കേട്ടോ ഈ ഒരു ബോഡി ഓയിൽ. ഇതാണ് കേയ സ്റ്റേറ്റ് അരോമ തെറാപ്പി സ്കിൻ ഡിഫെൻസ് ഓറഞ്ച് ബോഡി ഓയിൽ. സോ മനസ്സിലായോ? യെസ്, അപ്പോൾ ഓറഞ്ച് തന്നെ ഓൾറെഡി ടാനിങ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ കുപ്പിയും കൂടെ ഉണ്ടായിരുന്നു 100 ml, പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയപ്പോൾ ഞാൻ 200 ml ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് തൊലിയുടെ നല്ല സ്മെല്ല്. നിങ്ങൾ 100 ml ആദ്യം ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വലിയ കുപ്പിയിലേക്ക് ചടേണ്ട കാര്യമുള്ളൂ. ആക്ച്വലി നല്ല വർക്കിംഗ് ആണ്, നിങ്ങൾ ഓൾറെഡി ഫാനായി മാറും. ഞാൻ മേടിച്ചപ്പോൾ ഫുൾ പൈസ കൊടുത്തായിരുന്നു ഗൈസ് ഞാൻ മേടിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസിലായതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മുഴുവൻ കൊല്ലത്തിൽ ഒരിക്കലും വീനസ് റേസേഴ്സിന് ഓഫർ കിട്ടാറില്ല. ഈ ഒരു സെയിൽ സമയത്താണ് വല്ല നക്കാബീച്ച് നമുക്ക് ഓഫർ കിട്ടണത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് മേടിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു സ്വേൾ
വീനസിൻ്റെ സ്വോളേൻ്റെ ഫേവറേറ്റ് ഗൈസ്. ഓൾറെഡി അതിനകത്ത് സോപ്പ് ബാറൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഷേവിംഗ് ജെൽ അതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്കിൻ നനച്ചും കൊണ്ട് അങ്ങോട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ വേറെ റേസർ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ദുരന്താവസ്ഥ അനുഭവം. സോ യെസ്, അപ്പം ഞാൻ എന്തായാലും ഇതേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇതേ എനിക്ക് പറ്റുള്ളൂ. ഇതിൻ്റെ ഹെഡ് അമേസിങ് ആണ്, ഇതിൻ്റെ വർക്ക് അമേസിങ് ആണ്. നന്നായിട്ട് നമ്മുടെ ബോഡി കർവിലേക്ക് അത് അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തും കൊണ്ട് നന്നായിട്ട് ഷേവ് ചെയ്തതാണ്. ക്ലോസ് ആയിട്ടും കൊണ്ട് നല്ല സ്മൂത്ത് ഫിനിഷ് നമുക്ക് തരുന്നത്. 1.5 ആഴ്ച കൂടുമ്പോഴേക്കും എനിക്ക് വീണ്ടും ഹെയർ ഗ്രോത്ത് വന്നത്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ബോഡി ഹെയർ റിമൂവ് ചെയ്യണതാണ്. സോ ഇതെനിക്ക് എന്തായാലും കണ്ടിപ്പാ വേണ്ട ഐറ്റമാണ്. ഞാനിപ്പം നല്ല ഓഫറിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാക്സിൻ ചെയ്യാൻ ഇഷ്ടമാണ്, എന്നാൽ വീട്ടിലിരുന്നും കൊണ്ടാണ് വാക്സിൻ ചെയ്യാൻ ഇഷ്ടം. എന്നാൽ വാക്സിൻ വച്ച് നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റ് വേണം, പിഗ്മെന്റേഷൻ മാറണം, ടാനിങ് മാറണം, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണെങ്കിൽ സ്പെഷ്യലി അണ്ടർ ആംസിൻ്റെ പിഗ്മെന്റേഷൻ അത് മാറാനായിട്ട് നല്ലൊരു വാക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. റിക്ക ബ്രസീലിയൻ വാക്സ്. ആൻഡ് ഇത് കമ്പാരിറ്റീവ്ലി പെയിൻ കുറച്ച് കുറവാവാ ചെയ്യാൻ. ഞാൻ സ്വയമാണ് എപ്പോഴും ഇത് വെച്ചിട്ട് അണ്ടർആംസിൻ്റെ ഹെയർ റിമൂവ് ചെയ്യാറ്. എനിക്ക് പിഗ്മെന്റേഷൻ എല്ലാം നല്ല വൈറ്റ് ബ്രൈറ്റ് പിഗ്മെന്റേഷൻ ഒന്നും ഇല്ലാത്ത സ്മൂത്ത് അണ്ടർആംസ് ആണ് ഗൈസ്. സോ യെസ്, ഇത് തന്നെയല്ല, ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ടാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത്. ആൻഡ് എനിക്ക് പ്രത്യേകിച്ച് ഫുൾ ബോഡിയിൽ റേസർ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ അണ്ടർആംസിന് എനിക്ക് എപ്പോഴും വാക്സിൻ ചെയ്യാൻ തന്നെ ഇഷ്ടം. ആൻഡ് മാസത്തിൽ ഒരിക്കലാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് എപ്പോഴും ചെയ്യേണ്ടി വരാറില്ല. കാരണം വാക്സിൻ്റെ കാര്യം തന്നെ അതാണ്, റൂട്ടിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ 3ാമത്തെയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഇതുപോലത്തെ 2 നാട്ടിൽ വെച്ച് തന്നെ തീർത്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇത് പുതിയത് മേടിച്ചതാ. വീണ്ടും ഈ മഷീനും ഞാൻ പുതിയത് മേടിച്ച് ഈ ഓസോമാക്സിൻ്റെ കേട്ടാ. ഇത് രണ്ടുമാണ് എനിക്കിങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് ഇഷ്ടം. ഇതുപോലത്തെ സ്റ്റിക്സും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കും ഗൈസ്. സ്റ്റിക്സ് വേറെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്, പക്ഷേ എന്തിനാണ് നമ്മൾ വെറുതെ കളയണത്. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് മെൽറ്റ് ആകുമ്പോൾ വീണ്ടും ഇത് സ്റ്റിക്ക് തന്നെ ഞാൻ വീണ്ടും യൂസ് ചെയ്യും. വെരി അൺഹൈജീൻ പേഴ്സൺ ആണ് ഞാൻ. അത്യാവശ്യം നല്ല പെഡിക്യൂർ കിഡ്സും കിട്ടുന്നുണ്ട്, നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി പെഡിക്യൂർ ചെയ്തത് കൊണ്ട് അതിന് ആ ഒരു അവസ്ഥയിൽ എൻ്റെ അടുത്ത് ഇരിപ്പില്ല. അതുകൊണ്ട് VLCCയുടെ ആയാലും പിന്നെ O3+ അതിൻ്റെയും നല്ല നല്ല പെഡിക്യൂർസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമാണ്. പക്ഷേ പിഗ്മെന്റഡ് അണ്ടർആംസ് കാരണം കൈ പൊക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ഇതാണ് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ അണ്ടർആം റോൾ ഓൺ. ഇത് പീച്ച് ഫ്രേഗ്രൻസ് ഞാൻ മേടിക്കുന്നത്. ഞാൻ പറയാം ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് മേടിക്കുക, അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇത് നല്ല മണമാണ്, ഇല്ല എന്നല്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അങ്ങനത്തെയാണ്. പക്ഷേ എന്നിട്ട് ഞാൻ ഇത് എന്താ മേടിച്ചത്, എന്തൊരു ഹിപ്പോക്രസിയാണ് ഗൈസ് ഞാൻ കാണിച്ചു വിടുന്നത്. സോ യെസ്, ഇതിൻ്റെ നല്ല റിവ്യൂ ആയിരുന്നതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തത്. ആക്ച്വലി എനിക്ക് അങ്ങനെ പിഗ്മെന്റേഷൻ ഇല്ല, അതുകൊണ്ട് എനിക്കിത് അത്രയും മനസ്സിലാവണില്ല. പക്ഷേ ഇത് നല്ല ഇതാണ് ആൾക്കാർ പറയണത്. അപ്പോൾ എന്താ നിങ്ങൾ ട്രൈ ചെയ്യുക. ഇത് ഞാൻ കുറേ യൂസ് ചെയ്ത്, അതിനകത്ത് 5% AHA ഉണ്ട്. ആൻഡ് അത് ശരിക്കും നന്നായിട്ട് പിഗ്മെന്റേഷനെ ടാർഗറ്റ് ചെയ്യണതാണ്. നന്നായിട്ട് റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുക ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട്സ് കിട്ടും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അണ്ടർആംസിൻ്റെ പിഗ്മെന്റേഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരു ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7% ടോണിങ് സൊല്യൂഷൻ. അതുപോലെ തന്നെ ഇത് പിഗ്മെന്റേഷനെ മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്കിന്നുമ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ ഇടവിട്ട് 2 ദിവസമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ സ്കിന്നുമുള്ള ഡെഡ് സ്കിൻ മാറിയും കൊണ്ട് ആ പുതിയ സ്കിൻ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വരും. മനസ്സിലായി, അങ്ങനെ കീറിപ്പോകുന്നില്ല, പക്ഷെ തന്നെ അത് പൊക്കോളും, അങ്ങനെ താനേ പൊക്കോളും. എന്നാൽ നമ്മൾ നല്ല ഒരു സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എനിക്ക് അത് നന്നായിട്ട് മാറുന്നതാണ്. ടാനിങ് ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഇൻ ഷോർട്ട് മൈൽഡ്ലി ഇത് എക്സ്ഫോലിയേറ്റ് ചെയ്യണതാണ് നമ്മുടെ സ്കിന്നിനെ. പക്ഷേ 7% ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് ഡെയിലി ബേസിസിന് യൂസ് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് വർക്കിംഗ് സോ വെൽ. ഇത് അണ്ടർആംസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെ കുളിച്ചതിന് ശേഷം അണ്ടർആംസിനെ ഡ്രൈ ആവട്ടെ, നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഒരു കോട്ടൺ പാഡിൽ അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൈ അങ്ങോട്ട് തുറന്ന് ഇങ്ങനെ പിടിക്കുക, ഫാൻ്റെ അടിയിൽ, എന്നിട്ട് അത് ഉണങ്ങാനായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഡ്രസ്സ് ഇടുക. ഉണങ്ങണം നല്ലോണം, എന്നിട്ട് ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ചൊറിയാൻ തുടങ്ങും. അത് നനവ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം. അത് തന്നെ അണ്ടർആം റോളോണിൻ്റെ കാര്യം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെല്ലടിക്കാനും സാധ്യതയുണ്ട്. സോ നാണം കടണ്ടെങ്കിൽ നന്നായിട്ട് പറയുന്ന രീതിയിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫുൾ സ്ലീവൊക്കെ ഇടും, എന്നാൽ കയ്യുമ അല്ലെങ്കിൽ കാലുമ ടാനിങ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ല. പെഡിക്യൂർ ചെയ്യണതൊക്കെ ടീക്ക്, അതല്ലാണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വർക്കിംഗ് ആവുന്നതാണ്. ജസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. അതാണ് കെമിക്കൽ ഈ പീലിംഗ് സൊല്യൂഷൻ. അപ്പോൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പേടിയുള്ളവർ കൈമും കാലും അപ്ലൈ ചെയ്തോ. ഇത് നന്നായിട്ട് വർക്കിംഗ് ആണ് ഗൈസ്. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഡെമാക്കോൻ്റെ തന്നെ നല്ല വർക്കിംഗ് ആണ്. ഇതിൻ്റെ 2 വേരിയൻറ്റ് ഉണ്ട്. ഒന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള. നിങ്ങൾ മൈൽഡ് വെച്ച് തുടങ്ങിയാൽ മതി. ക്ലീൻ പ്ലസ് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നമ യൂസ് ചെയ്യുമ്പോഴാണ് കെമിക്കൽ പീലിംഗ് സൊല്യൂഷൻ ഒന്നും കൂടെ നന്നായിട്ട് വർക്ക് ആവണം. ഓക്കെ, തണുപ്പ് വന്ന സ്ഥിതിക്ക് കൈയിൻ്റെ കാലിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ എന്നെ പോലെ പാത്രം കഴുകുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ ഒട്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു ഹാൻഡ് ക്രീം വേണമെങ്കിൽ കണ്ണടച്ച് മേടിച്ചോണ്ട് ആ ഹാബിറ്റിൻ്റെ ഈ ഒരു ഹാൻഡ് ക്രീം ഉണ്ട്. ഇതിനകത്ത് കുറേ വേരിയൻറ്റ് ഉണ്ട്. ആക്ച്വലി വേറെ 2 വേരിയൻറ്റ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു പംകിൻ വാൾനട്ട് ആയിട്ടുള്ള ഈ ഒരു ഹാൻഡ് ക്രീമാണ്. കാരണം നമ്മുടെ കൈകളിലാണ് പെട്ടെന്ന് സയൻസ് ഓഫ് ഏജിങ് വന്നെന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരാൻ സമ്മതിക്കില്ല. അതിന് മുന്നേ തടയാനായിട്ട് ഞാൻ ഈ ഒരു ഹാൻഡ് ക്രീമാണ് യൂസ് ചെയ്യണത്. ആക്ച്വലി ഇത് എനിക്ക് ഈ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ വരെ കണ്ണെടുത്താൽ കണ്ടുവരുന്നു. കാരണം
ഭയങ്കര ഓയിലി ഭയങ്കര ഇതാണ്. പക്ഷേ കയ്യിനൊക്കെ ആക്ച്വലി അങ്ങനത്തെ ഒരു ഫീലാണ് ഈ തണുപ്പ് സമയത്ത് നമുക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഞാൻ പാത്രം കഴുകിയതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ഹാൻഡ് വാഷ് ചെയ്യുമല്ലോ. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തലതിരിഞ്ഞ അവസ്ഥയിൽ ഞാൻ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഫുഡ് നല്ല കാര്യം വേണമല്ലോ. അപ്പോൾ ഈ ഒരു മോഹ ഫുഡ് കെയർ ക്രീം നല്ലതാട്ടോ. നോക്കിയേ, ചപ്പിളിയായി സാധനം. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് 100 gram ഓഫ് പ്രൊഡക്റ്റ് ആണ്. നന്നായിട്ട് വർക്കാണ് ഗൈസ്. നന്നായിട്ട് നമ്മുടെ കാലിന് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ കിടക്കണേ ജസ്റ്റ് മുന്നേ ഞാൻ അപ്ലൈ ചെയ്ത് ഉറങ്ങും. എന്തൊട്ട് ബോഡി കെയർ കഴിഞ്ഞു. ഇനി നമ്മൾ ഹെയർ കെയറിലോട്ട് കിടക്കാൻ പോകണം. ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ എന്നോട് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. ഞാൻ കുറേ ഹെയർ കെയറിൻ്റെ പ്രൊഡക്ട്സിനോട് അത്ര ഫാൻ അല്ല. എൻ്റെ മുടി എന്തോ ഒരു വിചിത്ര ജീവിയാണ് ഗൈസ്. അതിനെല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കാറില്ല. അപ്പോൾ എനിക്ക് വർക്കിംഗ് ആയിട്ടുള്ള 1-2 പ്രൊഡക്ട്സ് മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തോളൂ ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഈ ഒരു ടോണർ. അപ്പോൾ ബോഡിയും സ്കിന്നും ഓവറോൾ കുറേ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡാൻഡ്രഫ് മാറാനായിട്ട് അല്ലെങ്കിൽ ബിൽഡപ്പ് ഒക്കെ മാറാനായിട്ട് നന്നായിട്ട് വർക്കിംഗ് ആവുന്നതാണ്. സ്കാൽപ്പിൽ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതാണ് മേടിക്കണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ഇത് മേടിക്കണില്ലെങ്കിൽ അത് മേടിക്കുക. അതാണ് ഈ ഒരു മൊറക്കൻ ഓയിൽ ഡ്രൈ സ്കാൽപ്പ് ട്രീറ്റ്മെൻറ്റ്. ഇതിനെ യൂസ് ചെയ്യാനായിട്ടുള്ള കറക്റ്റ് രീതി ഞാൻ ജസ്റ്റ് ഇതിന് മുന്നുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി നോക്കുക. ഫുൾ ബോഡി ഡീടോക്സ് റൂട്ടീൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഗൈസ്, എന്തായാലും പോയി കാണാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സിറം. ഇതിനകത്ത് വേറെ ഒരു വേരിയൻ്റ് ഉണ്ട്, ഓയിലി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലയിലുള്ള ഡാൻഡ്രഫ് എങ്ങനെയാണ്, മിടുക്ക് പോലെയാണോ അതിങ്ങനെ പൊടി പോലെയാണോ? അപ്പോൾ പൊടിയാണെങ്കിൽ ഇതുപോലത്തെ ഡ്രൈ ആയിട്ടുള്ള നിങ്ങൾ മേടിക്കേണ്ടത്. ആൻഡ് മിഴുക്ക് പോലെയാണെങ്കിൽ ഓയിലി വേരിയൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. സോ ഞാൻ ഇതാണ് ട്രൈ ചെയ്ത് 2 പ്രാവശ്യം യൂസ് ചെയ്ത് തന്നെ ഒരു രക്ഷയില്ല ഗൈസ്. പൊളി സാധനം. ജസ്റ്റ് മാസത്തിലൊരിക്കൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഞാൻ ഈ തണുപ്പ് സമയത്ത് ഭയങ്കര ഡാൻഡ്രഫിൻ്റെ ഒരു ഇഷ്യൂ വന്നത് നന്നായിട്ട് വർക്കിംഗ് ആവണം. നിങ്ങൾ എന്നെ പോലെ ആർത്തിപ്പണ്ടാരങ്ങളാണ്. നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷാമ്പു കണ്ണടച്ച് മേടിച്ചു. ഇതുപോലത്തെ ഷാമ്പു ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഗൈസ്. എത്ര പൊളിയായിട്ട് സ്കാൽപ്പിനെ ക്ലീൻ ആക്കണമെന്ന് അറിയാമോ? ഇനിയിപ്പം നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഡാൻഡ്രഫാണ്, എന്നാൽ അഴുക്ക് ഭയങ്കരമായിട്ട് തലയിൽ പിടിക്കണം, സ്കാൽപ്പിനെ നന്നായിട്ട് അങ്ങോട്ട് പ്യൂരിഫൈ ചെയ്യണം, ക്ലീൻ ആക്കണം നല്ലോണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്താണ് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ട്രീ ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള സ്കാൽപ്പ് പ്യൂരിഫൈങ് ഷാമ്പു. ഓ ഗോഡ് ഗൈസ്, ഒരു രക്ഷയില്ല. കാണിക്കാൻ പറ്റുമോ? അതെ, ഇവിടം വരെ എത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷാമ്പു. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ പോലെ ഹോബ ഓയിലിൻ്റെ ഫാൻ ആണെങ്കിൽ, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ ഒന്നും കൂടെ ഇഷ്ടം വല്ല ഓയിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. കണ്ടായിട്ടുള്ള ഹെവി ഓയിലല്ല ഞാൻ അപ്ലൈ ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയ്റ്റിലായിട്ടുള്ള പണക്കാട് യൂസ് ചെയ്യുന്ന ഹോബ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യണത്. സോ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു ക്ലിഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിന്. ഇത് എൻ്റെ 2ാമത്തെ കുപ്പിയാട്ടോ ഗൈസ്. ആദ്യത്തെ കുപ്പിയുടെ സ്റ്റിക്കറൊക്കെ മുഴുവൻ പോയി, അതിനകത്ത് വേറെ എന്തൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ വീണ്ടും ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഹോബ ഓയിൽ ഇതിന്ന് കിട്ടണ ആ ഒരു സ്മെല്ല് നെക്സ്റ്റ് ലെവലാണ് ഗൈസ്. പക്ഷേ ഇത് ഭയങ്കര വില, ഒടുക്കത്തെ വില, നിയർ ടു 2000 rupees. അപ്പം ക്വാണ്ടിറ്റി അത്യാവശ്യമുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഇതുവരെ ഹോഹോബ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കാൻ ഞാൻ പറയില്ല. നട്ട് ഹാബിറ്റിൻ്റെ തന്നെ ഹോഹോബ ഓയിൽ കിട്ടും, 30 ml ആയിട്ടുള്ള ചെറിയ കുപ്പി. അത് യൂസ് ചെയ്യുക ഗൈസ്. കാരണം നട്ട് ഹാബിറ്റിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കാം. അവരെല്ലാം പ്രോഡക്ട്സ് അമേസിംഗ് ആണ്. മനസ്സിലായി? ഇങ്ങനെ ഹെയർ ബ്രേക്കേജ് ഒന്നും ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ലൈറ്റ് വെയ്റ്റിലായിട്ടുള്ള ഓയിൽ സീറമിൻ്റെ പകരം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും അത് ട്രൈ ചെയ്യുക. സോ യെസ്, ഹെയർ കെയറിൻ്റെ കാറ്റഗറി ഇവിടെ അവസാനിച്ച് നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ലിപ്സ്റ്റിക്കിനായിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ. ഞാൻ കുറേ പ്രാവശ്യം ഇതുവരെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും മേടിച്ചിട്ടില്ല. അതാണ് ഈ ഒരു മെബ്ലിൻ്റെ വിനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയൻ്റ് ഇല്ല. അതിനകത്ത് തന്നെ എൻ്റെ ഇർറെസിസ്റ്റബിൾ 62 നമ്പറിന് ഇർറെസിസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഓ ഗോഡ് ഗൈസ്, ദിസ് ഇസ് ടു ഡൈ ഫോർ. അത്രയ്ക്ക് പൊളി ഷെയ്ഡാണ്. ഞാൻ ഇതിനകത്ത് തന്നെ വേറെ 2 ഷെയ്ഡ് മേടിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി യൂസിനും നല്ലതാണ്. നമ്മൾ വളരെ ഗ്ലാം ആയിട്ടുള്ളൊരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്തൊരു കുറച്ച് വളരെ സിംപ്ലി ഫെമിനിൻ ആയിട്ടുള്ള രീതിയിലായിട്ടുള്ള ഒരു ലിപ്സ് വേണമെങ്കിൽ ഇതൊരു പൊളി ലിപ്സ്റ്റിക്കാണ്. ഇപ്പം ഞാൻ ഇതല്ല അപ്ലൈ ചെയ്തേക്കണം വേറെ. പക്ഷേ ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ എത്ര വീഡിയോസിലാണ് ഇത് യൂസ് ചെയ്യണം. ഇത് മഹാ ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ്. ലിപ്സിന് നല്ല ഗ്ലോസി ഫിനിഷ് തരും. അപ്പോൾ എപ്പോഴും ഇതിനെ കുറച്ച് ഇങ്ങനെ മിക്സ് ആക്കി കൊണ്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അറ്റത്തറ്റെന്ന് വെച്ചാൽ അവസാനം എത്തൂലേ, ഇതിൻ്റെ പിഗ്മെന്റേഷൻ പോകും, ഗ്ലോസ് മാത്രം ബാക്കി. വേറൊരു ലിപ്സ്റ്റിക് എനിക്ക് കുറച്ച് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള രീതിയിൽ ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇഷ്ടമാണെങ്കിൽ അതാണ് ഈ ഒരു K-Beautyയുടെ. ഇതിൻ്റെ പ്രിന്റ് തന്നെ പോയി ഗൈസ്. അത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് എംബ്രേസ് എന്ന് പറഞ്ഞുള്ളൊരു ഷെയ്ഡ് കേട്ടോ. ആക്ച്വലി എല്ലാവർക്കും ഇത് സൂട്ടായെന്ന് വരില്ല. എനിക്ക് ടാൻ പിടിച്ചൊരു മുഖമാണെങ്കിൽ ഇത് തന്നെ വാഷ് ഔട്ട് ചെയ്യും. പക്ഷേ ഞാൻ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ടാനൊക്കെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് എനിക്കൊരു പെർഫെക്റ്റ് ന്യൂഡ് ഷെയ്ഡ് വിത്ത് എ ഹിന്റ് ഓഫ് ആ ഒരു വോംനെസ് അതാണ് എനിക്ക് കിട്ടണത് ഇത് വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിപ്പോൾ ഇത്തവണ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒടുക്കത്തെ വില ആയതുകൊണ്ട് ഇത് സെയിലിന് തന്നെ വെയിറ്റ് ചെയ്യണം ഗൈസ്. ഞാനിത് ഫുൾ തീർന്നു, ഉണങ്ങി അങ്ങാറ്റം ഡ്രൈ ആയി.
ഞാൻ കുറച്ച് മൈസലർ വാട്ടർ ഇതിനകത്ത് ഒഴിച്ചിട്ട് വീണ്ടും തോണ്ടി എന്തായാലും തീർക്കും. പക്ഷേ എന്തായാലും വീണ്ടും ഇതിനകത്ത് ഓഫർ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ അവസരത്തിൽ ഞാൻ വേഗം എന്തായാലും ഓർഡർ ചെയ്ത് ടിൻസ് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ഇതാണ് എർത്ത് റിതമിൻ്റെ ലിപ്പ് ആൻഡ് ചിക്ക് ടിൻറ്റ് ഇട്ട ലിപ്സും ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ വേറെ 2 വേരിയൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡാർക്ക് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡ് ആയിട്ടുള്ളത്. റെഡ് എൻ്റെ ആക്ച്വലി ഭയങ്കര ഫേവറേറ്റ് ആണ്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫീൽ നെക്സ്റ്റ് ലെവലാണ് ഗൈസ്. ആൻഡ് ഇപ്പം എന്തെങ്കിലും ഞാൻ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡായിരിക്കും ഞാൻ റീപർച്ചേസ് ചെയ്യുക. എന്ത് ക്യൂട്ടാണിടോ ഇത്. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചീക്സ് നല്ല ഒരു സംഭവം അടിപൊളിയായിട്ട് മാറും. ആൻഡ് റെഗുലർ ബേസിസിന് ഈ ഒരു ഷെയ്ഡാണ് ഒന്നും കൂടെ നല്ലത്. കുറച്ചും കൂടെ ഗ്ലാം ലുക്ക് ആൻഡ് കുറച്ചും കൂടെ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് ആ റെഡ് ഷെയ്ഡ് ഒന്നും കൂടെ ബെറ്റർ ആവണം. ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ കുറച്ച് സേഫ് നമ്മുടെ സ്കിന്നിലേക്ക് ഇതിനോട് ഇങ്ങനെ ടച്ച് ആയും കൊണ്ട് നമുക്ക് പേടിക്കാണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ ടിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എർത്ത് റിതമിൻ്റെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിരുന്നു. മറ്റേ നമ്മുടെ എന്താണ് മറന്നുപോയി, ലാഷ് പാരഡൈസ് മസ്കാര ലോറിയലിൻ്റെ ഇപ്പോഴും ഫേവറേറ്റ് ആണ്. പക്ഷേ അതിൻ്റെ ആ ബ്രഷ് ഇല്ലേ കുറച്ച് അൻസറിന് ഇല്ലാത്ത കുറച്ച് തിക്കാണ്. അപ്പോൾ ചില സമയത്ത് എൻ്റെ ഇവിടെയൊക്കെ ആകാറുണ്ട്. അപ്പോൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആണ്. അത് ഇപ്പോഴും ആണ്. ഞാൻ വല്ല സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇപ്പോഴും ഞാൻ അതാ യൂസ് ചെയ്യാറ്. പക്ഷേ റെഗുലർ ബേസിസിലൊക്കെ നമുക്ക് എനിക്ക് ഏതെങ്കിലും വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മസ്കാര വേണമെങ്കിൽ ഞാൻ മേടിക്കാൻ ഇനി എണ്ണം ബാക്കിയില്ല. അതാണ് ഈ ഒരു മെബ്ലിൻ്റെ ഈ ഒരു മസ്കാറാട്ട്. ആക്ച്വലി ഒരു സമയത്ത് ഇത് വന്നിരുന്ന സമയത്ത് ഇതിനായിരുന്നു റേറ്റ് കൂടുതൽ വെച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ് ഇതിനെക്കാട്ട് 10-20 രൂപ ഇതിനാണ് ഗൈസ് ഇപ്പോൾ കൂടുതൽ. ഏതായാലും രണ്ടും എനിക്ക് ഒരേപോലെ തന്നെയാണ് ഫീൽ ആവുന്നത് ടു ബി ഓണസ്റ്റ്. നന്നായിട്ട് വർക്കിംഗ് ആണ് ഗൈസ്. ഒരു രക്ഷയിൽ ഇപ്പം നല്ല ഓഫറിലുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും 2 ജോഡി ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കിനകത്ത്. കാരണം ഇത് വില കുറവാണ്, എനിക്ക് സെയിം അതുപോലെ തന്നെ വർക്കിംഗും ആണ്. സോ ഇതിൻ്റെ എത്ര തിന്നായിട്ടുള്ള പോണ്ടാന്ന് നോക്കി സുഖമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹുഡഡ് ആയിട്ടുള്ള ഐസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഇവിടെ പരക്കണ ഒരു പേടി വേണ്ട. വളരെ ഇങ്ങനെ മെലിഞ്ഞിരിക്കണം. അപ്പോൾ നന്നായിട്ട് ലാഷസിനെ നമുക്ക് കേൾ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ആ ഒരു ഫാൻ ലുക്ക് ഇത് വെച്ചിട്ട് കിട്ടും. ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയതായിട്ടുള്ള ഐ ഷാഡോ പാലറ്റ് വേണമെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ഓ മൈ ഗോഡ്, ഇത് ഞാൻ യൂസ് ചെയ്യാനായിട്ട് ഇനി എണ്ണം ബാക്കിയില്ല. ആക്ച്വലി കണ്ടാൽ തോന്നൂല ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ കുറേ തോണ്ടിയിട്ടുണ്ട് ഞാൻ ഗൈസ്. ഇതിൻ്റെ ഷെയ്ഡ്സ് എന്തോ ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് വേണ്ടതുപോലത്തെ തന്നെയാണ് എല്ലാം ഷെയ്ഡ്സും. പെർഫെക്റ്റ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ് ട്ടാ. നല്ല ഒരു രക്ഷയില്ല. ഷിമർ ഷെയ്ഡ്സും ഉണ്ട്, മാറ്റ് ഷെയ്ഡ്സും ഉണ്ട്. കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫേസ് പാലറ്റ് വേണമെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. പിക്സിയുടെ ഈ ഒരു പെട്ര പാലറ്റ് ഞാൻ പറഞ്ഞ കുറച്ച് മീഡിയം സ്കിൻ ടോൺ വരെ മാത്രമേ സെറ്റ് ആവുള്ളൂ. ഇതിനകത്ത് വേറൊരു പാലറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഡസ്കി ടു ഡീപ്പ് സ്കിൻ ടോൺ വരെയും അത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് നമുക്ക് ബ്ലഷ് കിട്ടും, ഹൈലൈറ്റർ കിട്ടും, കോണ്ടോർ എല്ലാം ഷെയ്ഡ്സും കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാലറ്റ് മാത്രം മേടിച്ചാലും മതി. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഷെയ്ഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചും കൊണ്ട് ഐ ഷാഡോ ആയിട്ടും അപ്ലൈ ചെയ്യാം. അങ്ങനെ അഹങ്കരിച്ചും കൊണ്ട് വേറെ പാലറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒറ്റ പാലറ്റ് മാത്രം നിങ്ങൾക്ക് കൊണ്ട് നടന്നാൽ മതി. എന്നാൽ നല്ല വർത്തിട്ടായിരിക്കണം, അങ്ങനത്തെ ആ ഒരു ഫീൽ വേണം. നല്ല പിഗ്മെൻറ്റേഷൻ, അതിൻ്റെ പെർഫോമൻസ് അമേസിങ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു ആഗ്രഹമാണെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. പോളിയാണ്. ആൻഡ് പിക്സിനകത്ത് അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഓഫർ കിട്ടാറുണ്ട്. ആൻഡ് പിക്സി മേടിക്കുമ്പോൾ വേറെ പ്രൊഡക്ട്സ് കുറച്ച് ഫ്രീയിൽ നമുക്ക് കിട്ടാറുണ്ട്. നവരാത്രിയിൽ ഞാൻ ഷോർട്ട് സ്ലീവ്സ് അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസസ് ഇട്ടപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ഒരു ബോഡി ഷിമർ ഏതാന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ വിൻ്റർ സീസണിലല്ലേ, ഇപ്പോൾ നമുക്ക് അങ്ങനെ തിളങ്ങി മറിയണ്ടേ വൈകുന്നേരമുള്ള ഈ പാർട്ടി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ. സോ ഞാൻ ഈ 2 ഷിമേഴ്സ് മേടിച്ചിരുന്നു. ആക്ച്വലി ഇത് രണ്ടും തന്നെ പുതിയ ലോഞ്ച് ആയിരുന്നു ഞാൻ മേടിച്ച സമയത്ത്. ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കി, രണ്ടുമേ പൊളിയാണ്. ഇതിനകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പീച്ച് ഗ്ലോ ആണ് ആൻഡ് ഒന്ന് കുറച്ചും കൂടെ എന്താ പറയുക വോം ആയിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ്. സോ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺകാർക്ക് ഇത് എന്തായാലും പൊളിയായിട്ട് പോകും. നല്ല ഒരു നിങ്ങളൊരു ഗോൾഡൻ ഗോഡസ് ആയിട്ട് മാറും ഗൈസ്. ഓൾറെഡി തന്നെ നിങ്ങളുടെ സ്കിന്ന് വെയിലത്ത് കാണാൻ എന്തോ ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ജലസ് തോന്നാറുണ്ട്. സോ യെസ്. അപ്പോൾ ആൻഡ് മീഡിയം സ്കിൻ വരെ ഉള്ളവർക്ക് ഇതിൻ്റെ തന്നെ റോസ് ഗോൾഡ് വേരിയൻറ്റ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഫെയർ ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു എന്താ പറയുക റോസ് ഗോൾഡ് വേരിയൻറ്റ് ട്രൈ ചെയ്യുക. പക്ഷേ എന്നെ പോലെ മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ഈ ഒരു പീച്ച് ഗ്ലോ പൊളിയായിട്ട് പോകും. കാരണം എൻ്റെ ഓൾറെഡി തന്നെ ഒരു മഞ്ഞത്തൊലിയാണ്. അപ്പം നിങ്ങളൊരു ബ്രൈറ്റ് ടു ബി ആണ്, നല്ല ഫൗണ്ടേഷൻ റെക്കമെൻഡേഷൻ ചോദിക്കുകയാണെങ്കിൽ കണ്ണടച്ച് ട്രൈ ചെയ്തോ. ഈ രണ്ടും മേടിക്കണം എന്നില്ല, ഞാൻ പറയാം ഏതാ മേടിക്കേണ്ടതെന്നുള്ളത്. സോ ഇതാണ് ഷാർലറ്റ് ടിൽബറിയുടെ. ഞാനിത് കഴിഞ്ഞ കൊല്ലം മേടിച്ചാണ് ഗൈസ്. ആൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ നവരാത്രിയും ഈ കൊല്ലത്തെ നവരാത്രിയിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വരാം. സോ ഇത് ഭയങ്കര വലിയ കുപ്പി, അതിൻ്റെ ചെറിയ കുപ്പി കിട്ടും. അപ്പോൾ അതിനകത്ത് ഓഫർ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആക്ച്വലി ഞാൻ ഓഫറിൽ തന്നെയായിരുന്നു മേടിച്ചിരുന്നിട്ടത് ഗൈസ്. ഇത് 4000 രൂപയുടെ സാധനം, പക്ഷേ ഇപ്പം 3000-3200 ഇത് കിട്ടുന്നുണ്ട്. മേടിച്ചോ ഇത്. ഓഹ് മൈ ഗോഡ് ഗൈസ്, കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ. എന്തൊരു പിഗ്മെൻ്റ് ആണോ. കൺസീലർ യൂസ് ചെയ്യണ പോലെ ഇരിക്കും, പക്ഷേ കൺസീലർ ഒരിക്കലും ഫൗണ്ടേഷൻ പോലെ വർക്ക് ആവില്ല. ടു ബി ഓണസ്റ്റ് ഭയങ്കര കേക്കി ആവും. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മുടെ സ്കിൻ തന്നെ ഒടുക്കത്തെ ബെറ്റർ വെർഷനായിട്ട് മാറും, ബെസ്റ്റ് വെർഷനായിട്ട് മാറും. നമ്മുടെ സ്പോട്ട്സ് ഒക്കെ എവിടെ പോയി എന്നുള്ളത് കാണാൻ പറ്റില്ല. അത്രയും നല്ല കവറേജ് ആണ്, ഭയങ്കര ഓക്സിഡൈസ് ചെയ്യില്ല. നിങ്ങളുടെ കറക്റ്റ് ഷെയ്ഡ് എടുക്കാട്ടെ. അതിനകത്ത് അത്യാവശ്യം ഷെയ്ഡ്സ് ഉണ്ട്. അത്യാവശ്യം ഉണ്ടോ എന്ത് ഷെയ്ഡ്സ് ഉണ്ട്.
എൻ്റെ ഷെയ്ഡാണ് ബൈ ദ ബൈ 7 വാം ചൗഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷൗഡാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പ്രണവിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ആവണമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറയാം കണ്ണടച്ച് മേടിച്ച് ഈ ഒരു എസ്റ്റൽ ലോഡറിൻ്റെ ഡബിൾ വിയർ സ്റ്റെയിൻ പ്ലേസ് മേക്കപ്പ്. ഓ മൈ ഗോഡ്, ഈ ഒരു ഫൗണ്ടേഷൻ ഒരു രക്ഷയില്ല ഗൈസ്. ചുക്കുടു സാധനം ഞാൻ ചെറുത് ട്രൈ ചെയ്തിട്ട് വെല്ലുവിളിക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ചെറുത് തന്നെ തീരണില്ല, ഇനിയുണ്ട് കുറേ 3/4 ഭാഗം ബാക്കിയാണ്. ഇത് ഞാൻ എത്ര യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ? സോ ഗോ ഫോർ ദിസ്. പക്ഷേ നിങ്ങൾക്ക് നല്ല ഹൈ കവറേജ് വേണമെങ്കിൽ ഞാൻ പറയാം ഇതായിരിക്കും നല്ലത്. കുറച്ച് മീഡിയം ടു ഹൈ കവറേജ് എന്നാൽ കുറച്ച് നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള വേണമെങ്കിൽ ഗോ ഫോർ ദിസ് വൺ. ആൻഡ് ഇത് കുറച്ചില്ലേ പെട്ടെന്ന് സ്കിന്നിലേക്ക് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഭയങ്കര ഫാനിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യാണ്ട് ഫാനൊന്ന് ഓഫ് ആക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഫാൻ ഓൺ ആക്കാം. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഇത് പിന്നെ എങ്ങും പോകില്ല. അത്രയും മാത്രമേ ഇത് അടിപൊളിയാണ് ഗൈസ്, ഒന്നും പറയാനില്ല. നവരാത്രി മുഴുവൻ രാത്രി ഗർഭ കളിക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ 2 ഫൗണ്ടേഷൻ പിന്നെ മാക്കിൻ്റെ ഫൗണ്ടേഷൻ അതും നല്ലതാണ്. പക്ഷേ ഷെയ്ഡിനകത്ത് അതിനകത്ത് എനിക്ക് ഇച്ചിരി പണി കിട്ടി. അതർവൈസ് അതും നന്നായിട്ട് വർക്ക്. ഇവിടെയാണ് ഞാൻ കേട്ടിരുന്നു ഈ ഒരു മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആക്ച്വലി സെറ്റിംഗ് സ്പ്രേ അല്ല, ജസ്റ്റ് ഒരു ഫിക്സറാണ്. സ്കിന്നുമ്പോൾ ഗ്ലോ മാത്രമേ തരുള്ളൂ. നോ, നെവർ എവർ. ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ ഗർഭയിൽ ഈ കൊല്ലത്തെ ഗർഭയിൽ ഞാൻ ഇത് അടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്ലഷ് എങ്ങും പോയില്ല, എൻ്റെ കോമ്പാക്ട് പൗഡർ എങ്ങും പോയില്ല, എൻ്റെ ഹൈലൈറ്റർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ്. ആൻഡ് ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ 2ാമത്തെ കുപ്പി. ഇതിൻ്റെ ഒരു ചെറിയ കുപ്പി ഞാൻ തീർത്ത് കഴിഞ്ഞു. അത് എപ്പോഴും ഞാനിങ്ങനെ നിറച്ച് വെക്കാറുണ്ട് പുതിയത് വലുത് മേടിക്കുമ്പോൾ. സോ ദാറ്റ് എനിക്ക് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അതാണ് നമ്മൾ കൺവീനിയൻറ്റ്. ആൻഡ് ഇത് നെക്സ്റ്റ് ലെവലാണ് ഗൈസ്. നിങ്ങൾ മേക്കപ്പ് ചെയ്യില്ലേ, സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കുറച്ച് ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്നും അങ്ങോട്ട് അടിച്ച് നോക്കിയാൽ നിങ്ങളുടെ സ്കിൻ ഫുൾ ഡേ തിളങ്ങി മറിയും. ഓഫീസ് ഗോയിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യുക. ഓ മൈ ഗോഡ്, നിങ്ങളുടെ ഫേസ് കാണുമ്പോൾ തന്നെ എന്തൊരു ഹൈ പേഴ്സണാലിറ്റി ആയിട്ട് ഫീൽ ആവുന്ന പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എന്ത് മാജിക്കാന്നുള്ളത്. ഇപ്പോഴും ആക്ച്വലി ഹൈ എൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇങ്ങനെ ലക്ഷറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവണത് എന്തെന്നാണ് അതിനകത്ത് മാജിക് എന്നുള്ളത് കേട്ടോ ഗൈസ്. കാരണം എന്തോ ഉണ്ട്, അത് ഉറപ്പാണ്. എന്തോ നമ്മളെ മാറ്റി മറക്കാറുണ്ട്. അതിനകത്ത് ഒരു സംശയവും. ലക്സിനകത്ത് തന്നെ ഒരു ബ്ലഷ് സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ച്വലി ആ ഒരു ഗ്ലോ കിട്ടാനായിട്ട് ഒരു കുറച്ച് ക്രീമി ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. പിക്സിയുടെ ഈ ഒരു ഓൺ ദ ഗ്ലോ ബ്ലഷ് സ്റ്റിക്ക് ആക്ച്വലി ഞാൻ മേടിച്ച സമയത്ത് ഭയങ്കര വിലയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത് ഒടുക്കത്തെ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നുണ്ട് ഗൈസ്. ഇതിനകത്ത് തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട്, അതും എൻ്റെ നോട്ടോണ് ആലോചിക്കുന്നുണ്ട് ഞാൻ മേടിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ മേടിച്ച ഒരു ഡാർക്ക് പിങ്ക് ആണ്. ഇത് നന്നായിട്ട് വർക്കിംഗ് ആണ്. കൈമ എടുത്തിട്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഞാൻ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, മേക്കപ്പ് അതിനെ നീങ്ങി പോകും ഗൈസ്. അപ്പോൾ ആ പണിക്ക് പോകരുത്. ഇത് നല്ല ഡിസ്കൗണ്ട് പ്രൈസിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ബ്ലഷ് വേണമെങ്കിൽ. ആൻഡ് ഇത് കുറേ ആയി ക്വാണ്ടിറ്റി ഉണ്ട് ഗൈസ്, പെട്ടെന്ന് തീരൂല. സോ നിങ്ങൾക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം. ആൻഡ് നല്ല നെയിൽ പോളിഷ് വേണമെങ്കിൽ ഇത് ഞാൻ ഇപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഹബ്സിൻ്റെ നെയിൽ പോളിഷ്. ആക്ച്വലി നെയിൽ പോളിഷിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കുറച്ച് സ്കെപ്റ്റിക്കൽ ആവാ ചെയ്യുക. കാരണം നെയിൽസിൻ്റെ കാര്യമേ പോക്കാക്കി കളയും. ഷെയ്ഡാണ് ചെസ്റ്റ്നട്ട് ബസ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ന്യൂഡ് ഷെയ്ഡ്. ലുക്ക് ഗൈസ്, സോ യെസ്, നല്ല ഒരു ഷെയ്ഡാണ്. ആൻഡ് ഈ ഒരു ഗ്രേ ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ലൊരു പ്രത്യേക ഒരു ക്ലാസി ലുക്കാണ് തന്നത്. സോ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ഷെയ്ഡ്, ഈ 2 ഷെയ്ഡ് തന്നെ എൻ്റെ ഫേവറേറ്റ് ആണ്. ന്യൂഡായിട്ടുള്ള പെർഫെക്റ്റ് ഷെയ്ഡ്. എൻ്റെ തൊണ്ട പോയി. സോ യെസ്, അപ്പോൾ ഇതാണ് നായിക പിങ്ക് ഫ്രൈഡേ സെയിൽ നിന്ന് മേടിക്കാൻ പറ്റിയ പ്രൊഡക്ട്സ് റെക്കമെൻഡേഷൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലസ് എല്ലാ പ്രൊഡക്ട്സും ഞാനിവിടെ ടാഗും ചെയ്തേക്കാം, വേറെ വെബ്സൈറ്റിലായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പ്രൈസൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ വിലക്കുറവ് നിങ്ങൾക്ക് ഒന്നും കൂടെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൈ നോട്ട് ഗോ ഫോർ ദാറ്റ്. ആൻഡ് കണ്ണി കണ്ടത് എല്ലാം കൂടെ മേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ആലോചിക്കാം ദാറ്റ് ശരിക്കും നിങ്ങൾക്കിത് വേണോ. പിന്നെ ടീനേജേഴ്സ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, അച്ഛനമ്മയുടെ തലയിൽ ഞാൻ പോകരുത്, ഞാൻ പറഞ്ഞില്ല അത് വേണ്ട. നിങ്ങൾ പൈസ സമ്പാദിക്കുക, വെച്ചാൽ വലുതായിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി എന്നിട്ട് മേടിക്കുക. ആ ഒരു സന്തോഷം വേറെ ലെവലാണ്. ആൻഡ് പാരൻസിൻ്റെ തല തിന്നാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് പുറത്തിറക്കുക, പിന്നെ ഇവിടെ വന്ന് പോകരുത്. സോ യെസ്, അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി വേഗം ലൈക്ക് ചെയ്യാൻ. നെക്സ്റ്റ് ഏത് വീഡിയോ ചെയ്യണം ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. അപ്പോൾ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ, നമ്മുടെ ബ്ലോഗ് ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ. അവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് വ്ളോഗ്സ്, ഫുഡ് ചാലഞ്ചസ് ആൻഡ് റാൻഡം വ്ളോഗ്സ് ഓൺ ദ വേ ആണ്. അപ്പോൾ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ ഇരിക്കാൻ. ഞാൻ വേഗം തന്നെ വ്ളോഗായിട്ട് വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും അപ്പം തന്നെ കിട്ടുന്നതാണ്. ഈ വീഡിയോ പോയിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. കാരണം സെയിൽ കഴിഞ്ഞ് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ വേഗം തന്നെ ഇപ്പം തന്നെ ഷെയർ ചെയ്ത്. ആൻഡ് വീഡിയോയിൽ ഞാൻ പറയാൻ പോണ പേരാണ് ശ്രീജ. താങ്ക് യു സോ മച്ച് ശ്രീജ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് എൻ്റെ വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, താഴെ പോയിട്ട് കമൻറ്റ് ചെയ്യുക, മേഘ പർപ്പിൾ ഹാർട്ട് കൊടുത്ത് നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ചേച്ചേക്കൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു all. Bye bye. എന്തോ തട്ടിപ്പോയി.